കൊച്ചി നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു കന്നുകാലി കേന്ദ്രത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടും സർക്കാർ സ്ഥലം കയ്യേറിയുള്ള കന്നുകാലി കേന്ദ്രത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് ജനങ്ങൾ പരാതി പറയുന്നു. പുല്ല് നിന്ന് കന്നുകാലികൾക്കൊപ്പം നല്ല മനോഹരമായ സംഗീതം അല്ലേ, നല്ല ദൃശ്യമായിരുന്നു. പക്ഷേ അത്ര മനോഹരമല്ല, ഇച്ചിരി പ്രശ്നമാണ്. ഇപ്പോൾ കണ്ടത് തൊടുപുഴയിലെ PJ ജോസഫ് സാറിൻ്റെ വീട്ടിലെ ഫാമോ അല്ലെങ്കിൽ ഇവിടം സ്വർഗമാണ് സിനിമയിലെ മോഹൻലാലിൻ്റെ ഫാമോ ഒന്നുമല്ല. ഇതെവിടെയാണെന്ന് അറിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്ക് മനസ്സിലാവും. കൊച്ചിയിലെ പ്രധാന നിരത്തുകളെല്ലാം ഇവർ കീഴടക്കുകയാണ്. എവിടെ നിന്ന് വന്നെന്നോ ആര് കൊണ്ടുവിട്ടെന്നോ ആർക്കും അറിയില്ല. ഉടമസ്ഥരാരാന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഉടമസ്ഥരായിട്ട് അങ്ങനെ ആരുമില്ല, അതിങ്ങനെ വന്ന് പെരുകുന്നതാണ് സാധനം. ഇതിങ്ങനെ റോട്ടിൽ കൂടി അലിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. ഗതാഗതക്കുരുക്ക് മാത്രമല്ല, വാഹനയാത്രികരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. മെയ് 22-ന് കളമശ്ശേരിയിൽ പോത്തിടിച്ച 22-കാരന് അജയ് രമേശിന് ജീവൻ നഷ്ടമായിരുന്നു. വണ്ടി കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. വേറെ ടൂ വീലർ ഇതിൽ വന്ന പിടിയുന്ന ഒരു ബ്രേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്. വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയവരും കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതി പലകുറിയെത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഇവരോട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എന്നാണ് പരാതിപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മറുപടി. ഇനിയും ഈ ന്യായീകരണം തുടർന്നാൽ റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.